എറണാകുളം ജില്ലയിൽ ആലുവ മൂന്നാർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും അല്പം മാറി ബസ് സ്റ്റോപ്പിൽ നിന്ന് 150 മീറ്റർ ദൂരത്തായി നല്ലൊരു വില്ല കമ്മ്യൂണിറ്റി മോഡൽ ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന ചെങ്കല്ലിൽ നിർമ്മിച്ചിട്ടുള്ള 7 സെൻറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഹൈ ക്വാളിറ്റിയോടുകൂടി തന്നെ നിർമ്മിച്ചിരിക്കുന്ന 100% വാസ്തുശാസ്ത്രപ്രകാരം നിർമ്മിച്ച ഒരു വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് നിൽക്കുന്നത്. അതായത് നല്ല പച്ചപ്പ് നിറഞ്ഞ പ്രകൃതി ഭംഗിയോടെ ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. കൂടാതെ വീടും ആ ഒരു രീതിയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. നല്ലൊരു കൊളോണിയൽ സ്റ്റൈലിൽ നിർമ്മിച്ചിട്ടുള്ള വീടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 100% ചെങ്കല്ലിലാണ് ഈ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആക്കുന്നത്. 7 സെൻറ്റ് സ്ഥലം വരുന്നത് കൊണ്ട് തന്നെ വിശാലമായ ഒരു മുറ്റവും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഫ്രണ്ടിലായി നല്ല വർക്കുകളെല്ലാം വീടിൻ്റെ ചെയ്തിട്ടുണ്ട്. ഇന്റേണൽ റോഡുകളാണ് ഇപ്പോൾ കാണുന്നത്. 5 മീറ്ററോളം വീതി വരുന്നുണ്ട്. ഇവിടെ മറ്റുള്ള വീടുകളിലെ വർക്കെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു പ്രൊജക്റ്റ് തന്നെയാണ്. ഇതിൻ്റെ വാട്ടർ സോഴ്സിനായിട്ട് കോമൺ കിണറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നേരെ കാണുന്ന ഈ ഒരു ഭാഗത്തായി വേറൊരു വില്ല പണിതുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. ചെങ്കല്ലിൽ തന്നെയാണ് അതും നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ ഏകദേശം ഒരു 10ഓളം വില്ലകൾ വരുന്നുണ്ട്. എല്ലാം ഈ ഒരു പാറ്റേണിൽ തന്നെയാണ് നിർമ്മാണം. നല്ലൊരു വില്ല കമ്മ്യൂണിറ്റി മോഡലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വില്ലയ്ക്ക് പേരെല്ലാം ഇട്ട് അതിൻ്റെ വർക്കെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് വരാം. 5-6 വണ്ടി പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള മുറ്റം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇൻ്റർലോക്ക് കട്ടകളും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സൈഡിലായി റെയിൻ വാട്ടർ പോകാവുന്ന ഒരു പ്രൊവിഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല മനോഹരമായ ഒരു വില്ല പ്രൊജക്റ്റ് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് വണ്ടികളെല്ലാം പാർക്ക് ചെയ്യാം. ഇവിടെ ഇൻ്റർലോക്ക് കട്ട വിരിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. നമുക്കിവിടെ പല രീതിയിലുള്ള മരങ്ങളോ തൈകളോ എല്ലാം നടാവുന്നൊരു സ്പേസ് ഈ ഭാഗത്തും നമുക്ക് ലഭിക്കുന്നുണ്ട്. ബാക്ക് സൈഡിലും അത്യാവശ്യം വിശാലമായ ഒരു മുറ്റം തന്നെയാണ്. അതിൻ്റെ ഒരു കോർണറിലായി നമുക്ക് കാണാം ഒരു അലക്ക് കല്ലെല്ലാം കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഭംഗിയുള്ള വീട് തന്നെയാണ്. വാസ്തുശാസ്ത്രം പ്രകാരം തന്നെയാണ് വീട് നിർമ്മാണം. ഈ ഒരു ഭാഗത്തായി നല്ലൊരു ഗാർഡൻ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് ആഞ്ഞിലിയും പ്ലാവും തേക്കുമാണ്. ഇവിടെ ഓടിൻ്റെ ഡിസൈനിൽ വരുന്ന ഒരു വർക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. എൽ ഷേപ്പിൽ വരുന്നൊരു സിറ്റ് ഔട്ടാണ്. ഫ്രണ്ടിൽ ഡോർ ചെയ്തിരിക്കുന്നത് തേക്കിൽ തന്നെയാണ്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. നേരെ കയറി ചെല്ലുന്നത് വിശാലമായ ഒരു ലിവിംഗ് ഹോളിലേക്കാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിംഗ് ഹോൾ തന്നെ ഇവിടെ ലഭിക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഇൻറ്റീരിയർ വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്കുകളും പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയാണ് ഈ ലിവിംഗ് ഹോളിൻ്റെ നിർമ്മാണം. ഇവിടെയായി നേരെ കാണുന്ന ഭിത്തിയിൽ നല്ലൊരു വാൾപേപ്പർ എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള ഭിത്തിയും നമുക്ക് കാണാം. വിശാലമായൊരു വിൻഡോ കാണാം. അവിടെ കർട്ടനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഭംഗിയിൽ തന്നെയാണ് ഈ വീടിൻ്റെ എല്ലാ ഭാഗവും കവർ ചെയ്തിരിക്കുന്നത്. ഫ്ലോറിങ്ങിനായി മൊറോക്കൻ ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ TV യൂണിറ്റ് റൊട്ടേറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള TV യൂണിറ്റാണ്. ഡൈനിങ് ഹാളിൽ നിന്നും നമുക്ക് TV കാണാം. ലിവിംഗ് ഹാളിൽ നിന്നും TV കാണാം. ഇനി നേരെ ഡൈനിങ് ഹാളിലേക്ക് തന്നെ വരാം. 8 സീറ്ററോ 10 സീറ്ററോ വരുന്ന 2 ടേബിൾ പ്ലേസ് ചെയ്യാവുന്ന ഒരു സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹാളിൽ ലഭിക്കുന്നുണ്ട്. ഏതൊരു വീടിൻ്റെയും ഏറ്റവും കൂടുതൽ ആവശ്യകത വരുന്നൊരു സ്പേസാണ് ഡൈനിങ് ഹാൾ എന്ന് പറയുന്നത്. അത് വലിപ്പമുള്ളതാണെങ്കിൽ ഏറ്റവും ഉപകാരപ്പെടുന്നൊരു സ്പേസ് തന്നെയാണ്. ഇവിടെ നല്ല രീതിയിലുള്ള ക്രോക്കറി ഷെൽഫുകളും വാഷ് കൗണ്ടറെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളൊരു സ്പേസാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുക. സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കിച്ചൻ്റെ ഭാഗത്തേക്ക് വരാം. നല്ല ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൻ്റെ നിർമ്മാണം. നല്ല രീതിയിലുള്ള ഒരു വലിപ്പമുള്ള കിച്ചൺ തന്നെയാണ്. ഫ്ലോറിങ്ങിനായി വുഡൻ ഫിനിഷിങ്ങിൽ വരുന്ന മാറ്റ് ടൈലുകൾ നമുക്ക് കാണാൻ കഴിയും. കിച്ചണിൽ അടുപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്കോട്ട് തന്നെയാണ്. 2 ഭിത്തിയിലും അത്യാവശ്യം വലിപ്പമുള്ള വിൻഡോകളും കാണാൻ കഴിയും. ഇനി ബെഡ്റൂമിലേക്ക് നമുക്ക് വരാം. ഈ ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 140 സ്ക്വയർ ഫീറ്റിൽ ലഭിക്കുന്ന ബെഡ്റൂമാണ്. നല്ല രീതിയിലുള്ള സീലിംഗ് വർക്കുകളും LED ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. 2 ഭിത്തിയിലും അത്യാവശ്യം വലിപ്പമുള്ള ജനലുകൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്ലോറിങ്ങിനായി ഇവിടെ ഈ മാറ്റ് ഫിനിഷിംഗ് വരുന്ന ടൈലുകളാണ് നമുക്ക് കാണാൻ കഴിയുക. അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാത്റൂം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെറ ബ്രാൻഡിൻ്റെ ബാത്റൂം ഫിറ്റിംഗ്സും സാനിറ്ററീസുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഈ ഭാഗത്താണ് അത് വരുന്നത്. ഇത് ഏകദേശം ഒരു 130 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂം തന്നെയാണ്. ഇവിടെയും സീലിംഗ് വർക്കുകളും 2 ഭിത്തിയിലും വലിപ്പമുള്ള ജനലുകളും കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ നിർമ്മാണം. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്താണ് ബാത്റൂം വരുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാത്റൂം ഇവിടെയും നമുക്ക് കാണാം. സെറ ബ്രാൻഡ് തന്നെയാണ് 3 ബാത്റൂമിന് ഉപയോഗിച്ചിരിക്കുന്നത്. മുകളിലെ നിലയിൽ ഒരു ബെഡ്റൂമാണ് വരുന്നത്. സ്റ്റെയറിൻ്റെ താഴെയായി ഇൻവെർട്ടർ വെക്കാവുന്ന പ്രൊവിഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. സ്റ്റെയറിന്
ഫ്ലോറിങ്ങിനായി വുഡൻ ഫിനിഷിൽ വരുന്ന ടൈലുകളും കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ കേസിൻ്റെ ഈ കാണുന്ന ഭിത്തിയിൽ വാൾപേപ്പറാണ് ഫുള്ളായി ഒട്ടിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി നേരെ മുകളിലെ നിലയിലേക്ക് വരാം. സ്റ്റെപ്പ് കയറി വരുമ്പോൾ അത്യാവശ്യം ഭംഗിയുള്ളൊരു ലൈറ്റെല്ലാം കൊടുത്തിട്ടുള്ളൊരു സ്പേസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. വിശാലമായൊരു ഹോളിലേക്കാണ് നമ്മൾ കയറി വരുമ്പോൾ കാണാൻ കഴിയുക. ഇനി ഇവിടെയും ഈ ഭിത്തിയിലും വാൾപേപ്പർ എല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലെ നിലയിലെ ബെഡ്റൂമിലേക്ക് വരാം. മുകളിലെ നിലയിൽ ഒരു ബെഡ്റൂമാണ് ഇപ്പോൾ ഉള്ളത്. വേണമെങ്കിൽ 1-2 ബെഡ്റൂം എടുക്കാവുന്ന ഒരു സ്പേസ് പുറത്തായി ലഭിക്കുന്നുണ്ട്. ഈ ബെഡ്റൂം മുകളിലായി നമുക്ക് സീലിംഗ് വർക്കുകളെല്ലാം പഴയ വീടിൻ്റെ മച്ച് മോഡലാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയിൽ തന്നെയാണ് അതെല്ലാം കീപ്പ് ചെയ്തിരിക്കുന്നത്. കാരണം പ്രകൃതി ഭംഗിയോടെ ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന വില്ല ആയതുകൊണ്ട് തന്നെ ആ ഒരു ഭംഗി കീപ്പ് ചെയ്യുന്ന രീതിയിലാണ് എല്ലാ ഭാഗവും നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോവേണ്ടത്. അതിനു മുന്നായി വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിൽ നിന്നും 3.5 കിലോമീറ്റർ മാത്രം അകലെയായി സ്ഥിതി ചെയ്യുന്ന ബസ് സ്റ്റോപ്പിൽ നിന്നും 150 മീറ്റർ മാത്രം അകലെയായി നിൽക്കുന്ന 7 സെൻറ്റിൽ 1750 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോടുകൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 65 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരിവൺ.